വക്കീൽ സാറിന്റെ മകൻ സണ്ണി മരിച്ചു, ബൈക്ക് ആക്സിഡന്റിൽ. നമ്മുടെ വിനോദ് സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. ഇതുവരെ ബോധം കിട്ടിയിട്ടില്ല. ഒരു 11 മണിയോടെ എടുക്കും. സണ്ണിയുടെ ബ്രദർ വരണം മദ്രാസിൽ നിന്ന്. ഇല്ല, തിരിച്ചിട്ടുണ്ട്. വന്നാൽ ഉടനെ ബോഡി എടുക്കും. യെസ്, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹിം. നന്ദൻ, എങ്ങനെയുണ്ടോ തന്റെ പാട്ടൊക്കെ? ചന്ദ്രു സുവോളജി അല്ലേ? ഒരു സിഗരറ്റ് വേണമായിരുന്നു. ഔഷധപ്പിച്ചിന്റെ ഈ സിഗരറ്റ് ഉണ്ട്. എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് എന്റെ സണ്ണിക്കുട്ടിയെ കാണാൻ പറ്റില്ല. ഔസപ്പച്ച, ഈ മാസം ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല അമ്മേ. ഞങ്ങളുടെ കടങ്ങൾ മോചിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആരാധ്യമായ ഈ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി മുത്തം കൊടുക്കേണ്ടവർക്ക് മുത്തം കൊടുക്കാം.
ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഭൗജികമായി. അല്ലാതെ ചെറുപ്പം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നിട്ട് എന്ത് നേടാനാ? ഒരു ദിവ്യ പ്രേമത്തിന്റെ ശവകുടീരം അല്ലേടോ? എന്നോ മരിച്ചൊരു കാവൽക്കാരനും. തനിക്ക് ചിരി വരില്ല. ഇത് അത്രയേ ഉള്ളടോ. ഇന്ന് ദേവിയുടെ കല്യാണമാണ്. ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ടുഡേ. നോ ഫോർഗെറ്റ് ഇറ്റ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതേ നന്ദൻ. യെസ്, ഷീ ഡസന്റ് ഡിസർവ് യു. അവൾ തന്റെ സ്നേഹം അർഹിക്കുന്നില്ല. അർഹത മാത്രം പോരാ, സിനിമയിൽ പറ്റിക്കൂടാ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ശരിയാണ്. അല്ലെങ്കിൽ സണ്ണിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇയാളെ സിനിമയിൽ പാടിക്കുന്നുള്ളത്. പക്ഷെ അതൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ എനിക്കിപ്പോഴേ തോന്നിയുള്ളൂ. നന്ദൻ, എന്തെങ്കിലും ഒന്ന് പാടൂ. പാടുന്നേ, ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു തരാമോ? എന്നെ ചുറ്റി നിൽക്കുന്ന ഓർമ്മകളുമായി എനിക്കൊന്ന് സംസാരിക്കണം. എന്റെ സണ്ണി ഇവിടെ എവിടെയോ ഉണ്ട്. എന്നെ ഞാനാക്കിയ സണ്ണി. എന്റെ സംഗീതം സണ്ണിയാണ്. ആ ഓർമ്മയാണ് എന്റെ ശ്രുതി. മലയാള സിനിമ എനിക്ക് ലേബലിട്ട് തന്ന ഈ വെള്ളക്കുപ്പായമൊഴിച്ച് ഇന്നും എന്നിലെ എല്ലാം സണ്ണിയാണ്. പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ തന്നെയല്ലേ സണ്ണി.